ഹോം കെയർ വർക്ക് ഇമിഗ്രേഷൻ പൈലറ്റ്സിനെ കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് നേരത്തെ വന്ന അപ്ഡേറ്റിൽ നിന്നും അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ചെയ്യണം, അത് ഓൺ ദി ആപ്ലിക്കൻറ്റ് സൈഡ് ആൻഡ് ദി സ്പോൺസർ സൈഡ്, അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാർച്ച് 31 ഓപ്പൺ ചെയ്യുന്നത്. അത് ഇപ്പോൾ പറഞ്ഞ പോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ബേസിക്കേ നമുക്ക് വന്നിട്ടുള്ളൂ, അഡീഷണൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സ് ഇൻ കാനഡ സ്ട്രീമാണ് ആദ്യം ഓപ്പൺ ആകുന്നത്. ദെൻ ആപ്ലിക്കൻസ് നോട്ട് വർക്കിംഗ് ഇൻ കാനഡ വിൽ ഓപ്പൺ അറ്റ് എ ലേറ്റർ ഡേറ്റ്, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ്സ് എ ഡയറക്റ്റ് PR pathway ആണ്. പ്രീവിയസ്ലി വർക്ക് പെർമിറ്റ് ആയിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നത്. ദെൻ വൺസ് എ കം ഇൻ ഓർ ഓൺ ദി വർക്ക് പെർമിറ്റ്, എക്സ്പീരിയൻസ് ഗെയിനിങ് കാറ്റഗറിയിലാണെങ്കിൽ വർക്ക് പെർമിറ്റിൽ വന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് PR അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദിസ് വൺ ഈസ് എ ഡയറക്റ്റ് PR pathway. അതുപോലെ തന്നെ ലാംഗ്വേജ് റെഡ്യൂസ്ഡ് ലാംഗ്വേജ് ആണ്, CLB-4 ആണ്. അപ്പം നമുക്ക് IELTS, SELPIP, PT ഇതിലേത് ആണെങ്കിലും നമുക്ക് ചെയ്യാം. ജനറലാണ് വേണ്ടത്. അത് CLB-4 ആയി ഒരു ഇക്വലൻസി വേണം. അതുപോലെ തന്നെ കനേഡിയൻ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നില്ല, ഔട്ട്സൈഡ് ആവാം. വർക്ക് എക്സ്പീരിയൻസ് റീസെൻറ്റ് ആൻഡ് റിലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഓൾ 6 months of related credentials, home care training, 6 months of credentials വേണമെന്ന് പറയുന്നുണ്ട്. either credentials or the experience. ജോബ് ഓഫറിൻ്റെ കാര്യത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓർഗനൈസേഷൻസ് ഇപ്പം പലരും വർക്ക് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ ഉള്ള ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ജോബ് ഓഫർ ആണെങ്കിലും മതി. ഇല്ലെങ്കിൽ പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ആസ് ലൈക്ക് ആൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് അവർക്ക് ബിസിനസ് നമ്പർ രജിസ്റ്റർ ചെയ്ത് പേറോള് രജിസ്റ്റർ ചെയ്ത് വെക്കാം. കാരണം പേറോള് റണ്ണ് ചെയ്യുന്ന അല്ലെ പേറോള് കൊടുക്കേണ്ടത് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്ക്, ഇല്ലെങ്കിൽ ആസ് ആൻ എംപ്ലോയർ നമുക്ക് പേറോള് കൊടുക്കണം. അപ്പം ഈ വരുന്ന കെയർ ഗിവറിന് ഉള്ള പേറോള് നമുക്ക് റൺ ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് പേറോൾ അക്കൗണ്ട് രജിസ്ട്രേഷൻ അത് നമുക്ക് നേരത്തെ എടുത്തു വെക്കാം. അതുപോലെ തന്നെ ഇവിടെ കാനഡയിൽ വന്ന് പഠിച്ച് വർക്ക് പെർമിറ്റോ എല്ലാം നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർക്ക് എഡ്യൂക്കേഷൻ ബെസ് ഇവാലുവേഷൻ ചെയ്യണം. നമ്മുടെ കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമയാണ് ഇക്വലൻസി പറഞ്ഞേക്കുന്നത്. അപ്പം ബെസ് നമുക്ക് ചെയ്തു വെക്കണം. കാനഡയിൽ നിന്നുള്ള ഒരു ഹൈസ്കൂൾ ഡിപ്ലോമ ഇക്വലൻസി ഇല്ല എങ്കിൽ, ഫോറിൻ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് ചെയ്തു വെക്കാം. പക്ഷേ ഇവിടെ പഠിച്ചേക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇവിടെ എല്ലാവരും ചെയ്തേക്കുന്ന ഒരു ഡിപ്ലോമ കോഴ്സായിരിക്കും മോസ്റ്റ്ലി, അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു PCC നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും അല്ലേ. 6 months ഓർ മോർ നമ്മൾ എവിടെയെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ PCC അത് നമുക്ക് നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് വെക്കണം. അതിനകത്ത് ഒരു കാരണവശാലും ഡിലേ വിചാരിച്ചേക്കല്ല. നമുക്ക് ആക്ച്വലി ആ PCC നമ്മുടെ ആപ്ലിക്കേഷന് കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. അറ്റ്ലീസ്റ്റ് വിത്ത് റെസിപ്റ്റ്സ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ചോദിച്ചു. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇല്ലാത്തവർ, ഇല്ലെങ്കിൽ അതിൽ ഇഷ്യൂസൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. പിന്നെ എക്സ്പീരിയൻസ് നമുക്ക് ഈ കാണിക്കാനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുക. സ്റ്റിൽ വി ആർ സ്റ്റിൽ വെയിറ്റിംഗ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞത് ഈ ഓപ്പൺ ആകുന്നതിന് ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത്. ഇപ്പോഴും നമുക്ക് ഇനി ഒരു 3 ആഴ്ചയും കൂടിയേ ഉള്ളൂ നമുക്ക് ലൈക്ക് ഇത് ഓപ്പൺ ആവാൻ വേണ്ടി. അപ്പം നമ്മളെ കൊണ്ട് ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാം. Then we'll wait for the update. So if you have any questions, please reach out to us and follow us on Insta for the coming updates. Thank you.